സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, സ്നാനം ആവശ്യമാണോ? പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ് ഈ വീഡിയോയിലൂടെ. നമ്മുടെ പ്രേക്ഷകരുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചില ആവശ്യങ്ങൾ അറിയിക്കാറുണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ. അതായത് പാസ്റ്റർ, ഈ വിഷയത്തെക്കുറിച്ചൊന്ന് സംസാരിച്ചാൽ നല്ലതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല പ്രേക്ഷകരും ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് പാസ്റ്റർ ഒരു ചെറിയ ക്ലാസ് എടുക്കണം. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ, ക്രൈസ്തവ സഭകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ് പുതിയ നിയമ സ്നാനം എന്നുള്ളത്. ഇതൊരു പുതിയ സബ്ജക്റ്റ് അല്ല. എനിക്ക് തോന്നുന്നു പെന്തക്കോസ്ത് സഭകൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നതും മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്നതുമൊക്കെയായ ഒരു കാര്യമാണ് വിശ്വാസ സ്നാനം എന്നുള്ളത്. അപ്പോൾ അത് ഒരു സബ്ജക്റ്റിൻ്റെ പുതുമ കൊണ്ടല്ല ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ഒന്നിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, മറിച്ച് സബ്ജക്റ്റിൻ്റെ കാലികമാകുന്ന ഒരു പ്രസക്തി, ഇമ്പോർട്ടൻസ് കൊണ്ടാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. കാലിക പ്രസക്തി എന്ന് പറയുമ്പോൾ, ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ചില ആളുകൾ പഠിപ്പിക്കുവാൻ തുടങ്ങി, സ്നാനം ആവശ്യമില്ല, സ്നാനം അത് ഒരു ഉപദേശമായി പഠിപ്പിക്കേണ്ടത് ആവശ്യം പോലുമില്ല. അവരുടെ വാദിക്കുന്ന വാദഗതി, സ്നാനമെന്ന കർമ്മത്തിലൂടെയല്ല രക്ഷ, അതുകൊണ്ട് തന്നെ പിന്നെന്തിനാണ് നമ്മൾ സ്നാനപ്പെടാൻ വേണ്ടി ആളുകളെ ഉത്സാഹിപ്പിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ. അതുപോലെ തന്നെ കേരളത്തിൽ ചില സംഘടനകൾ പുതുതായി ആവിഷ്കരിക്കപ്പെട്ട ചില ഉപദേശങ്ങളുമായി വന്നിരിക്കുന്നു. പുതിയ നിയമസഭയ്ക്ക് സ്നാനം ആവശ്യമേ ഇല്ല, അതായത് യേശുവിൻ്റെ ശരീരമാകുന്ന സഭ ഒരിക്കലായി സ്നാനപ്പെട്ടതാണ്, ഇനിയും സ്നാനം ആവശ്യമില്ല എന്നൊക്കെ പഠിപ്പിക്കുന്നവർ. നല്ല ഫോളോയിങ് ആണ് ഇവർക്കൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും സ്നാനം ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ സന്തോഷിക്കുന്ന ആളുകളുണ്ട്. അതാരാണ്? കർത്താവിൻ്റെ കൽപ്പനയായ സ്നാനത്തെ അനുസരിക്കാൻ താല്പര്യമില്ലാതെ ഒഴിവുകഴികൾ പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്കിത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ഇങ്ങനെയുള്ള വീഡിയോകളെ, ഇങ്ങനെയുള്ള പാസ്റ്റേഴ്സിനെ, സംഘടനകളെ അവർ പ്രോത്സാഹിപ്പിക്കുവാനിടയായിത്തീരും. കാരണം അവരുടെ മനസ്സിനിണങ്ങുന്ന, അവർക്ക് കർണരസമാകുവാറുള്ള ഒരു ഗോസ്പലാണ് ഇപ്രകാരമുള്ളവർ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് നല്ല പ്രോത്സാഹനം അങ്ങനെയുള്ള കോർണേഴ്സിൽ നിന്ന് ഈ ഉപദേഷ്ടാക്കന്മാർക്ക് ഉണ്ടാകുന്നു. ദുരുപദേശങ്ങളാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ അതറിയാതെ തന്നെ സ്നാനപ്പെടാൻ താല്പര്യമില്ലാത്തവർ, സ്നാനത്തെ എതിർക്കുന്നവർ, അവർക്കിഷ്ടപ്പെട്ട ഡോക്ടറിനായതുകൊണ്ട് അതിനെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് അപകടകരമാകുന്ന ചില ട്രെൻഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് പല പ്രേക്ഷകരും എന്നോട് പറയാനിടയായി തീർന്നു. അതുകൊണ്ട് സ്നാനത്തെക്കുറിച്ച് വളരെ ബേസിക്കായിട്ടുള്ള, സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ചെറിയ വീഡിയോയിലൂടെ പറയുകയാണ്. ഇത് സ്നാനത്തെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള ഒരു ക്ലാസ് ഒന്നുമല്ല കേട്ടോ. കാരണം ഞാൻ എപ്പോഴും പറയുന്നത്, ക്രിസ്തീയ വിശ്വാസം വളരെ ലളിതമാണ്. നമ്മളതിനെ കോംപ്ലക്സ് ആക്കേണ്ട കാര്യമൊന്നും ഇല്ല. വേദപുസ്തകം എന്തു പറയുന്നു, ആക്ഷരികമായി തന്നെ നേരിട്ട് കണ്ടുപിടിക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം വളരെ സിമ്പിളായിട്ട് വ്യാഖ്യാനിച്ച് ഭയങ്കരമാക്കി, കോംപ്ലക്സാക്കി, വഷളാക്കി ഒന്നും നമുക്ക് പോകേണ്ട കാര്യമില്ല. ഈ സ്നാനം വേണ്ടെന്ന് പഠിപ്പിക്കുന്നവരൊക്കെ അങ്ങനെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാഖ്യാനിച്ച് വഷളാക്കുക. അതങ്ങനെയല്ല, അതിങ്ങനെയാണ്, അത് ഗ്രീക്കിൽ അങ്ങനെയല്ല, അത് ഹീബ്രുവിൽ അങ്ങനെയല്ല, അത് അരാമിക്കിൽ അങ്ങനെയല്ല, അത് ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, ഇംഗ്ലീഷിൽ ആ പദത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ വ്യാഖ്യാനിച്ച് വഷളാക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അതിനൊന്നുമല്ല നമ്മളിവിടെ ശ്രമിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് സ്നാനം എന്ന അടിസ്ഥാനപരമാകുന്ന ഉപദേശം, അത് എന്തിന്, എങ്ങനെ എന്ന് വേദപുസ്തകം എന്ത് പറയുന്നു, ആ വാക്യങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ മുമ്പിലൊന്ന് വെക്കുക എന്ന് മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ പരിശ്രമിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സ്നാനം എന്ന ആ ശുശ്രൂഷയെ എതിർക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ഈ ഒരു സബ്ജക്റ്റിനെ ചൊല്ലിയാണ് ഉണ്ടാകാറുള്ളത്. അത് തന്നെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, സാത്താൻ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഉപദേശങ്ങളിലൊന്നാണ് സ്നാനത്തിൻ്റെ ഉപദേശം. സ്നാനപ്പെടരുത് എന്ന് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ചിന്തകൾ കയറ്റുവാൻ സാത്താൻ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഇഷ്ടം അതാണ്. ആളുകൾ സ്നാനപ്പെടരുത് എന്നുള്ളതാണ് സാത്താൻ്റെ ഇഷ്ടം. ഈ പരീശന്മാരെക്കുറിച്ചും ശാസ്ത്രിമാരെക്കുറിച്ചും വേദപുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്.
യോഹന്നാൻ്റെ സ്നാനം, ദൈവത്തിൻ്റെ നീതി, അതിനെ അവർ വ്യർത്ഥമാക്കി കളഞ്ഞു. പരീശന്മാരും ശാസ്ത്രിമാരും ആ സ്നാനത്തെ ഇഗ്നോർ ചെയ്തതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ നീതി പ്രാപിക്കുവാൻ, സ്വീകരിക്കുവാൻ തയ്യാറല്ലാതിരുന്നുവെന്ന് പുതിയ നിയമത്തിൽ റെഫറൻസ് ഉണ്ട്. അപ്പോൾ സ്നാനം ദൈവത്തിൻ്റെ നീതിയാണ്, അതിനെ പാഴാക്കി കളയരുത്. നാം അതിനെ വേണ്ട എന്ന് പഠിപ്പിച്ചും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുതെന്ന് ആരംഭത്തിൽ തന്നെ പറയുകയാണ്. ഒന്നാമത് വേദപുസ്തകത്തിൽ സ്നാനത്തെക്കുറിച്ചുള്ള ഒരു ഭാഗം നമ്മൾ കാണുന്നത് യോഹന്നാൻ സ്നാപകൻ നടത്തുന്ന സ്നാനങ്ങളെക്കുറിച്ചാണ്. അത് മാനസാന്തര സ്നാനമായിരുന്നു എന്ന് നമുക്കറിയാം. മാനസാന്തരപ്പെടുന്നവർ ആ മാനസാന്തരത്തിൻ്റെ അടയാളമായിട്ട് വന്ന് യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുന്നു. അങ്ങനെ മാനസാന്തര അനുഭവത്തിലേക്ക് വന്ന അനേകർ ആ കാലഘട്ടത്തിൽ യോർദാൻ ആറ്റിങ്കൽ, യഹൂദിയ മരുഭൂമിയിൽ അല്ലെങ്കിൽ യഹൂദിയ പ്രദേശത്ത് യോർദാൻ്റെ അടുക്കൽ, യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ യോർദാൻ ആറ്റിൽ വന്ന് സ്നാനപ്പെട്ടിരുന്നു. സ്നാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജെറുസലേമിൽ വന്ന ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചത്, നീ എന്താണ് ഈ ചെയ്യുന്നതെന്നല്ല ചോദിച്ചത്, മറിച്ച് നിനക്ക് ആര് സ്നാനം നടത്തുവാൻ അതോറിറ്റി നൽകി, എന്തധികാരം കൊണ്ട് നീ ഇത് ചെയ്യുന്നു എന്നാണ് ചോദിച്ചത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആ പറഞ്ഞതിൻ്റെ അർത്ഥം സ്നാനം എന്നത് ഈ വന്ന യഹൂദമതത്തിൻ്റെ മേധാവികൾ അവർക്കൊരു പുതിയ അനുഭവമായിരുന്നില്ല, അവർ നേരത്തെയും കണ്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ യോഹന്നാൻ സ്നാപകനെ സ്നാനം കഴിപ്പിക്കുവാൻ ആര് ഓതറൈസ് ചെയ്തു എന്നതായിരുന്നു ചോദ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതിനു മുമ്പും യഹൂദന്മാരുടെ ഇടയിൽ സ്നാനമുണ്ടായിരുന്നു. എത്തരത്തിലുള്ള സ്നാനം? പരീശന്മാരുടെ സ്നാനം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. യഹൂദ മതത്തിലേക്ക് മതം മാറി വരുന്ന വിജാതീയരായ ആളുകളെ സ്നാനപ്പെടുത്തുന്ന സ്നാനം യഹൂദ മതത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. പരീശന്മാരുടെ സ്നാനമുണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള സ്നാനങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതിന് തെളിവുണ്ട്. അതുകൊണ്ട് യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചപ്പോൾ അത് പുതുമയുള്ള ഒരു ചടങ്ങായിട്ടല്ല ആളുകൾക്ക് തോന്നിയത്. പരീശന്മാരോ അല്ലെങ്കിൽ യഹൂദ മതത്തിലേക്ക് മതം മാറ്റുവാനൊക്കെ ചെയ്യുന്ന സ്നാനങ്ങളോ ഒക്കെ പോലെ തന്നെ ഒരു സ്നാനം യോഹന്നാനും കൊടുക്കുന്നു. അവർക്ക് പ്രശ്നമുണ്ടായിരുന്നത് സ്നാനം എന്തേ എന്നുള്ളതിനെക്കുറിച്ചായിരുന്നില്ല, സ്നാനം നടത്തുവാൻ യോഹന്നാൻ അധികാരമുണ്ടായിരുന്നോ എന്നതിനെക്കുറിച്ചായിരുന്നു. പിന്നീട് യേശു സ്നാനപ്പെട്ട അനന്തരം യേശു ശിഷ്യന്മാരെ ചേർത്ത് ശുശ്രൂഷിക്കുവാൻ തുടങ്ങുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് തന്നോടൊപ്പം ചേരുന്ന ആളുകളെ സ്നാനപ്പെടുത്തിയിരുന്നതായിട്ട് വ്യക്തമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വചനമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, യേശു യോഹന്നാൻ സ്നാപകനേക്കാൾ അധികമായിട്ട് ശിഷ്യന്മാരെ ചേർത്ത് സ്നാനപ്പെടുത്തി. യേശു തനിയെത്താൻ ആരെയും സ്നാനപ്പെടുത്തിയില്ല, തൻ്റെ ശിഷ്യന്മാരെ അത്രയും സ്നാനപ്പെടുത്തിയത്. യോഹന്നാൻ സുവിശേഷത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ഐനോൻ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്നാനം നടക്കുന്നത്. ആ സ്ഥലം തിരഞ്ഞെടുക്കുവാൻ കാരണം അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വചനങ്ങൾ പുതിയ നിയമ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പുള്ള ചരിത്രത്തിൽ തന്നെ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ ഇടയെത്തിരും. അപ്പോൾ പുതിയ നിയമ സഭ സ്ഥാപിക്കപ്പെട്ട് യേശുദാൻ സ്ഥാപിച്ച വിശ്വാസ സ്നാനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പലതരത്തിലുള്ള സ്നാനങ്ങൾ അതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. യോഹന്നാൻ്റെ സ്നാനം, യഹൂദന്മാരുടെ ഇടയിലെ സ്നാനം അല്ലെങ്കിൽ പരീശന്മാരുടെ സ്നാനം, അതുപോലെ തന്നെ യേശു കർത്താവ് തൻ്റെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയിൽ തന്നോട് ചേർന്ന് വരുന്നവരെ അവർക്ക് കൊടുക്കുന്ന സ്നാനം, ഇപ്രകാരമുള്ള പല സ്നാനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ യേശുവിൻ്റെ സ്വർഗാരോഹണ സമയത്താണ് യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് അന്തിമ കൽപ്പനയായിട്ട് താൻ പോകുന്നതിന് മുമ്പ് ഭൂമിയുടെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കുകയും വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്നുള്ള കൽപ്പന കൊടുക്കുകയും അവരെ പഠിപ്പിച്ച് ശിഷ്യന്മാരാക്കണമെന്നുള്ള യേശുവിൻ്റെ അവസാനത്തെ കൽപ്പന കൊടുക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ യേശു കർത്താവ് തന്നെ സ്ഥാപിച്ച എങ്ങനെ, ആരെ എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു ശുശ്രൂഷയാണ് പുതിയ നിയമസഭയിൽ ഇന്നും നാം നടത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസ സ്നാനം. ആരെ സ്നാനപ്പെടുത്തണം? വളരെ ശക്തമായി വ്യക്തമായി പറഞ്ഞു, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. എങ്ങനെ സ്നാനപ്പെടുത്തണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം. എവിടെ സ്നാനപ്പെടുത്തണം? നല്ല വെള്ളമുള്ളിടത്ത്, ആവശ്യത്തിന് വെള്ളമുള്ളിടത്ത്. ഐനോനിൽ വളരെ വെള്ളമുണ്ടായിരുന്നു. കാരണം സ്നാനപ്പെടുത്തുമ്പോൾ ഒരാളെ മുക്കി വെള്ളത്തിൽ സ്നാനപ്പെടുത്തുന്നതിന് ആവശ്യമായ വെള്ളമുള്ളിടത്തെ സ്നാനപ്പെടുത്തുവാൻ കഴിയുള്ളൂ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ആരംഭ അധ്യായങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. യേശു സ്നാനപ്പെടുത്തുവാനുള്ള അരുളപ്പാട് തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറി
ശിഷ്യന്മാർ പെന്തക്കോസ്ത് നാളിൽ സഭയോട് ചേർന്നവരെ സ്നാനപ്പെടുത്തി സഭയോട് ചേർത്തതായിട്ട് പിന്നെയും നമ്മൾ കാണുന്നു. പത്രോസിൻ്റെ പ്രസംഗം കേട്ട് ഹൃദയത്തിൽ കൊത്തുകൊണ്ട ആളുകൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിലവിളിച്ച് ചോദിക്കുമ്പോൾ പത്രോസ് അവരോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെടണം എന്നാണ് അവിടെ അവരോട് പറയുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോൾ ആയിരങ്ങൾ അന്ന് സ്നാനപ്പെടുവാനിടയെ തീർന്നു. അതിനുശേഷം പുതിയ നിയമസഭയുടെ ചരിത്രത്തിൽ, പ്രവർത്തികളുടെ പുസ്തകത്തിലൊക്കെ എവിടെയൊക്കെ അവർ സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ചു, അവിടെയെല്ലാം ശിഷ്യന്മാർ സ്നാനപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നു. അതായത് ഫിലിപ്പോസ് ശമരിയിൽ ചെല്ലുമ്പോൾ ഫിലിപ്പോസ് എത്യോപ്യനാകുന്ന മനുഷ്യനെ ഒരു വഴിവക്കിൽ കണ്ട വെള്ളമുള്ള ഒരു സ്ഥലത്ത് ഇറങ്ങി സ്നാനപ്പെടുത്തുന്ന അനുഭവം നമ്മൾ കാണുന്നു. അവിടെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നു, ഫിലിപ്പോസ് ആദ്യം അവനോട് ചോദിക്കുന്ന ചോദ്യം, നീ വാസ്തവമായി വിശ്വസിക്കുന്നുവെങ്കിലാകാം. അവിടെ തന്നെ തെളിവ് തരുന്നു, സ്വയമായ വിശ്വാസം ഏറ്റുപറയാൻ കഴിയാത്ത ഒരു വ്യക്തിയെ സ്നാനപ്പെടുത്തുവാൻ കഴിയില്ല. മർക്കോസ് സുവിശേഷം 16 ആ വേദഭാഗത്തിൽ നമ്മൾ കാണുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുക, എന്നാൽ നീ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അങ്ങനെ ഒത്തിരി വാക്യങ്ങൾ, സ്നാനത്തെക്കുറിച്ചുള്ള വാക്യങ്ങൾ എണ്ണാനും പറയാനും പോയി കഴിഞ്ഞാൽ വേദപുസ്തകം നിറയെ സ്നാനത്തെക്കുറിച്ചുള്ള വചനങ്ങളാണ്. മർക്കോസ് 16 മത്തായി സുവിശേഷം 28 അധ്യായത്തിൻ്റെ 16 മുതലുള്ള വേദഭാഗങ്ങൾ, അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായം 37, 38 ഈ വാക്യങ്ങളൊക്കെ, പിന്നെ അതുപോലെ തന്നെ റോമാലേഖനം 6 അധ്യായത്തിൻ്റെ 3 വാക്യം മുതലുള്ള വാക്യങ്ങൾ. ആ ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു സ്നാനം എന്താണ് എന്ന്, ആ സിംബോളിക് ആക്റ്റിൻ്റെ അകത്തുള്ള മർമ്മം എന്താണ്, അതിൻ്റെ പൊരുൾ എന്താണെന്നൊക്കെ വളരെ വ്യക്തമായി പറയുന്ന ഭാഗമാണ് റോമർ 6 അധ്യായം. ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സിംബോളിക് ആക്റ്റാണ് സ്നാനം. അങ്ങനെ സ്നാനത്താൽ നാം ക്രിസ്തുവുമായി ഏകശരീരമായി മാറുന്നു, സ്നാനത്താൽ നാം ക്രിസ്തുവിനെ ധരിക്കുന്നു എന്നൊക്കെ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ, രക്ഷിക്കപ്പെട്ട ഒരാൾ, ആ പഴയ മനുഷ്യൻ, പാപിയായ പഴയ മനുഷ്യൻ, അവനിലെ പാപം മരിച്ചു കഴിയുമ്പോൾ ആ പാപത്തെ ആ സ്നാനജലത്തിൽ കുഴിച്ചിടുന്നു. ഒരു പുതിയ മനുഷ്യനായി അവൻ ഉയർത്തെഴുന്നേറ്റ് വരുന്നു. യേശു എങ്ങനെയാണ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തത്, അതുപോലെ യേശുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളോട് അനുരൂപപ്പെടുന്ന ഒരു സിംബോളിക് ആക്റ്റാണ് സ്നാനമെന്ന് റോമാലേഖനം 6 അധ്യായം പറയുന്നു. അങ്ങനെ സ്നാനപ്പെട്ടവൻ, ക്രിസ്തുവിനോടുകൂടെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പുറത്തു വന്നവൻ, ജീവൻ്റെ പുതുക്കത്തിൽ ഒരു ന്യൂനസിൽ നടക്കുന്ന അനുഭവമാണ് ക്രിസ്തീയ ജീവിതം എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് റോമാലേഖനം 6 അധ്യായത്തിൽ പറഞ്ഞു. പത്രോസ് ശ്ലീഹ പറഞ്ഞത് സ്നാനം ദൈവത്തോടുള്ള നിർവ്യാജ മനസാക്ഷിക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷയത്രേ. അതായത് പാപിയായ മനുഷ്യൻ അവൻ ക്രിസ്തുവിനെ സ്വീകരിച്ച് ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ അവൻ ദൈവത്തോട് കഴിക്കുന്ന ഒരപേക്ഷ, എനിക്ക് ഒരു ശുദ്ധ മനസാക്ഷി തരണം എന്നുള്ള ഒരപേക്ഷയാണ് സ്നാനം എന്നാണ് പത്രോസ് എഴുതി വെക്കുവാൻ ഇടയായിത്തീർന്നത്. അപ്പോൾ സ്നാനം എന്ന ആ ശുശ്രൂഷയിലൂടെ ഒരു വ്യക്തി ശരിക്കും എന്താ ചെയ്യുന്നത്, ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. പാപിയായിരുന്ന ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ച് എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഈ സ്നാനജലത്താൽ എന്നെ തന്നെ സമർപ്പിച്ചു കഴിയുമ്പോൾ സ്നാനത്തിലൂടെ ദൈവത്തോട് അപേക്ഷിക്കുന്നു, ദൈവമേ എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി, ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി എന്നെ നീ തീർക്കണമേ എന്ന് ദൈവത്തോട് കഴിക്കുന്ന അപേക്ഷയാണ് സ്നാനം. സ്വർഗം പ്രതികരിക്കുവാനിടയായിത്തീരും. യേശു കർത്താവ് സ്നാനപ്പെട്ട അനന്തരം വെള്ളത്തിൽ നിന്ന് കയറി വന്നപ്പോൾ ഒരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇപ്രകാരം തന്നെ ഓരോ വ്യക്തിയും സ്നാനപ്പെടുമ്പോൾ അവൻ ദൈവത്തോട് കഴിക്കുന്ന ഒരപേക്ഷ, തൻ്റെ ജീവിതത്തിൽ പാപിയായ മനുഷ്യൻ എന്ന ആ ഒരു കോൺസൈൻസിൽ നിന്ന്, ഒരു മനസാക്ഷിയിൽ നിന്ന് മാറിയിട്ട് ഞാൻ നീതിമാനാണ്, ഞാൻ വിശുദ്ധനാണ് എന്നുള്ള ഒരു മനസാക്ഷി മാറ്റത്തിലേക്ക് എന്നെ നടത്തണമേ എന്ന അപേക്ഷയ്ക്കായി സ്വർഗം കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ് നീ എൻ്റെ പ്രിയപുത്രൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ്. സ്നാനമെന്ന ചടങ്ങിലൂടെയല്ല രക്ഷയെന്ന് നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നു. ഒരു കർമ്മത്തിലൂടെയുമല്ല രക്ഷ. അതിൻ്റെ അർത്ഥം നാം യേശു കൽപ്പിച്ച കൽപ്പനയാകുന്ന സ്നാനം അനുസരിക്കേണ്ടതില്ല എന്നല്ല, മറിച്ച് യേശു കൽപ്പിച്ച കൽപ്പനയാകുന്ന സ്നാനം നാം അനുസരിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെട്ടു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞതിൻ്റെ പരസ്യ പ്രസ്താവന, പരസ്യ സാക്ഷീകരണം, സമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറയുന്ന അനുഭവമാണ് സ്നാനമെന്നുള്ളത് നാം മനസ്സിലാക്കണം. സമൂഹത്തിന് മുമ്പിൽ നാം തുറന്ന് സമ്മതിക്കുകയാണ്, ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക മാത്രമല്ല, രക്ഷയ്ക്കായി വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. രാഹാബ് എന്ന വേശ്യയെക്കുറിച്ച് യാക്കോബ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, രാഹാബ് കേവലം വിശ്വസിച്ചത് കൊണ്ട് മാത്രമല്ല അവൾ രക്ഷപ്പെടുവാനിടയായി തീർന്നത്, മറിച്ച് അവൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അത് അവൾ എടുക്കുവാനിടയായി തീർന്നത്.
അവളുടെ വിശ്വാസത്തെ അവൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാനിടയായിത്തീരുന്നു. ആ കിളിവാതിൽ കെട്ടിയ ചുവപ്പ് ചരട് അവളുടെ ഒരു ഫെയ്ത്തിൻ്റെ ആക്ഷനാണ്. അപ്പോൾ വിശ്വസിച്ചു എന്നതിന് ഒരു തെളിവാണ് സ്നാനപ്പെടുവാൻ വേണ്ടി ഒരു വ്യക്തി ചുവട് വെക്കുന്നത്. അത് വിശ്വാസത്തിൻ്റെ ഒരു പരസ്യ പ്രകടനമാണ്, വിശ്വാസത്തിൻ്റെ ഒരു ആക്ഷനാണ്. വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞ് നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കാതിരിക്കുകയും ചെയ്താൽ ആ വിശ്വാസം സംശയിക്കപ്പെടേണ്ട വിശ്വാസമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഫെയ്ത്ത് എന്ന ഒറ്റ കാരണത്താലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ആ ഫെയ്ത്ത് ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ആ ആക്ഷനിലൂടെ നാം അത് സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാട്ടുന്നത്. ഒരുവൻ മനുഷ്യൻ്റെ മുമ്പിൽ കർത്താവിനെ ഏറ്റുപറവാൻ ലജ്ജിച്ചാൽ സ്വർഗത്തിൽ ദൂതന്മാരുടെ മുമ്പിലും കർത്താവ് അവനെക്കുറിച്ച് ഏറ്റുപറവാൻ ലജ്ജിക്കുമെന്ന് പറയുന്നത് ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഒരു വ്യക്തി പറയുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ് കേട്ടോ, ഞാൻ വിശ്വസിക്കുന്നവനാണ്, പക്ഷേ സ്നാനപ്പെടാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ ദൈവത്തിൻ്റെ ആ ഒരു നീതിയെ അവർ അവഗണിച്ച് അതിനെ ഏറ്റെടുക്കുവാൻ കഴിയാതെ മനുഷ്യൻ്റെ മുമ്പിൽ ലജ്ജയോടുകൂടെ നിൽക്കുന്ന ഒരു അനുഭവമാണ്. വിശ്വാസത്തെ പരസ്യമായി സാക്ഷിക്കുവാനും ഡിക്ലെയർ ചെയ്യുവാനും കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് കുറേ വാക്യങ്ങൾ ഞാൻ പറഞ്ഞു. വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു, വിശ്വസിക്കുന്നവൻ സ്നാനപ്പെടണം, അതും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടണം. ചിലരൊക്കെ വാദിക്കാറുണ്ട്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലൊക്കെ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടു എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശു പറഞ്ഞതുപോലെ മാത്രമേ സ്നാനപ്പെടുത്തിയിട്ടുള്ളൂ. അല്ലാതെ അവർ സ്നാനത്തിൻ്റെ ആ ഒരു വാക്യം, ആ ഒരു ഫോർമുല മാറ്റിയിട്ട് സ്നാനപ്പെടുത്തി എന്നൊന്നും പറയാൻ പാടില്ല, അത് തെറ്റാണ്. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പിന്നെ പരീശന്മാരുടെ സ്നാനമുണ്ട്, യോഹന്നാൻ്റെ സ്നാനമുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സ്നാനമുണ്ടായിരുന്നത് കൊണ്ട് ആ സ്നാനത്തിൽ നിന്ന് യേശു താൻ പഠിപ്പിച്ച പുതിയ നിയമ സ്നാനത്തെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഉപയോഗിച്ച പേരാണ് യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനം. അവർ സ്നാനപ്പെടുത്തിയത് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ്. അതിന് എവിഡൻസ് ഉണ്ട് കേട്ടോ. അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകം 19-ാം അധ്യായം വ്യക്തമായ തെളിവാണ്. അവിടെ നമ്മൾ കാണുന്നു, അപ്പൊല്ലോസ് കൊരിന്തിയിലായിരിക്കുമ്പോൾ തന്നെ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിൽ ചെന്നു. അവിടെ ഒരു ചെറിയ കൂട്ടം വിശ്വാസികളെ കണ്ടു. 12 പേരുള്ള വിശ്വാസികളാണ്. അവരെ കണ്ടപ്പോൾ പൗലോസിന് വലിയ ആശ്ചര്യം തോന്നി, സന്തോഷം തോന്നി. ഇത്ര ഉൾപ്രദേശത്ത് വിശ്വാസികളുണ്ടല്ലോ എന്ന ഒരു സംതൃപ്തി തോന്നി. ഇനി അടുത്ത പടിയായിട്ട് വിശ്വാസികളാണ്, സ്നാനപ്പെട്ടവരാണ്. പൗലോസിന് അവരെക്കുറിച്ച് അങ്ങനെ ഒരു സംശയം ഉണ്ടായി, ഇവരാരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല. കാരണം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിൻ്റെ പരസ്യമായ വിഷ്വലായിട്ടുള്ള എവിഡൻസ് ഒന്നും മാനിഫെസ്റ്റേഷൻസ് ഒന്നും അവരിൽ കാണുന്നില്ല. പൗലോസ് അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അപ്പോഴവർ പറയുകയാണ്, ഞങ്ങൾ പരിശുദ്ധാത്മാവുണ്ടെന്ന് കേട്ടിട്ട് പോലുമില്ല. ഇങ്ങനെ കേട്ടപ്പോൾ പൗലോസിനൊരു സംശയം, അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഒരു വ്യക്തി കുറഞ്ഞ പക്ഷം സ്നാനപ്പെടുമ്പോഴെങ്കിലും പരിശുദ്ധാത്മാവെന്ന വാക്ക് കേൾക്കണം. അപ്പോൾ പൗലോസ് പെട്ടെന്ന് ചോദിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലയോ? അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ നിങ്ങളുടെ സ്നാനം ഏതാ? അങ്ങനെ ചോദിക്കാൻ കാരണം, സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലായതുകൊണ്ട് അറ്റ്ലീസ്റ്റ് കുറഞ്ഞ പക്ഷം ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സ്നാനപ്പെടുമ്പോഴെങ്കിലും ആ വാക്ക് കേൾക്കും. ഇപ്പോൾ ഇവർ പറയാൻ ഞങ്ങൾ അങ്ങനെ കേട്ടിട്ട് പോലും ഇല്ല. പൗലോസിന് സംശയം തോന്നി, അപ്പോൾ ഇവരുടെ സ്നാനത്തിൽ എന്തോ പിഴവുണ്ടല്ലോ. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ യോഹന്നാൻ്റെ സ്നാനമാണ് സ്വീകരിച്ചത്. യോഹന്നാൻ്റെ സ്നാനം മാനസാന്തര സ്നാനമാണ്. അല്പചരിത്ര പശ്ചാത്തലം, യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പുതിയ നിയമസഭയുടെ സ്നാനം സ്ഥാപിക്കപ്പെട്ട ശേഷവും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കാതിരുന്ന അപ്പൊല്ലോസ്, അതിൻ്റെ 18-ാം അധ്യായത്തിൽ നാം ആ ഭാഗങ്ങൾ കാണുന്നുണ്ട്. അപ്പൊല്ലോസ് ക്രിസ്തുവിനെക്കുറിച്ച് ഉപദേശം കിട്ടിയവനാ, പക്ഷേ യേശു അവസാനമായി കൽപ്പിച്ച കൽപ്പനകളെക്കുറിച്ച് അറിവില്ലാതെ തന്നെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് വേല ചെയ്യുന്ന അപ്പൊല്ലോസ് അന്നും കൊടുത്തുകൊണ്ടിരുന്ന സ്നാനം മാനസാന്തര സ്നാനമാണ്. അതായത് സ്വർഗാരോഹണ സമയത്ത് യേശു കൽപ്പിച്ച പുതിയ സ്നാനം സ്ഥാപിക്കപ്പെട്ട ശേഷവും പഴയ ആ ഒരു സ്നാന രീതി തന്നെ പിന്തുടരുകയാണ് അപ്പൊല്ലോസിൻ്റെ കുഴപ്പമില്ല, അദ്ദേഹത്തിന് അത് അറിയില്ലായിരുന്നു. നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ പറഞ്ഞ 18-ാം അധ്യായത്തിൽ അക്വിലാസും പ്രിസ്കില്ലയുമാണ് അപ്പൊല്ലോസിനെ വിളിച്ചുകൊണ്ടുപോയി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഉപദേശത്തിൻ്റെ പൂർണ്ണത അപ്പൊല്ലോസിന് പറഞ്ഞു കൊടുത്തത്. യേശുവിൻ്റെ ക്രൂശീകരണവും അതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ഉപദേശങ്ങളെക്കുറിച്ചൊക്കെ അക്വിലാസും പ്രിസ്കില്ലയുമാണ് അപ്പൊല്ലോസിനെ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അത് വെച്ച് മനസ്സിലാക്കണം, അപ്പൊല്ലോസ് ആദ്യം പോയി പ്രസംഗിച്ചെടുത്തൊക്കെ ഈ പറഞ്ഞ യോഹന്നാൻ്റെ സ്നാനമാണ് കൊടുത്തത്. പുതിയൊരു സ്നാനം സ്ഥാപിക്കപ്പെട്ട ശേഷവും പഴയ സ്നാനം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു അത് അംഗീകരിക്കാൻ പറ്റത്തില്ല, രണ്ടാമത് സ്നാനപ്പെടുത്തണം. ഇവിടുന്ന് ഒരു കാര്യം നാം മനസ്സിലാക്കണം, പ്രോപ്പറായിട്ട്, അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലല്ല ഒരു വ്യക്തിയുടെ സ്നാനം നടന്നതെങ്കിൽ, ഒരു വ്യക്തി വെള്ളത്തിൽ
മുങ്ങി വേദപുസ്തകത്തിൻ്റെ ആ ഒരു ആശയം പോലെ അല്ല സ്നാനപ്പെട്ടിട്ടുള്ളതെങ്കിൽ, ഒരു വ്യക്തി തെറ്റായ ഏതെങ്കിലും മെത്തേഡിലൂടെയാണ് സ്നാനപ്പെട്ടിട്ടുള്ളതെങ്കിൽ, വേദപുസ്തകം വെച്ചിട്ടുള്ള പ്രമാണം അനുസരിച്ചുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രോപ്പറായിട്ട് രണ്ടാമത് സ്നാനപ്പെടുത്തണമെന്ന് ഈ ഭാഗങ്ങൾ നമ്മെ മനസ്സിലാക്കണം. അപ്പോൾ രണ്ടാമത് സ്നാനപ്പെടുത്തണമെന്ന പദം ഉപയോഗിക്കുമ്പോൾ വളരെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്നാനം ഒരിക്കലായിട്ട് മാത്രമുള്ളതാണ്. രണ്ടാമത് സ്നാനപ്പെടുത്തുക എന്ന പദമല്ല ഇവിടെ ഉപയോഗിക്കേണ്ടത്. ആദ്യത്തെ സ്നാനം വാലിഡല്ല. ആദ്യത്തെ സ്നാനം ഒന്നാം സ്നാനം എന്ന് വിളിക്കത്തക്കണം വാലിഡല്ല. കാരണം ആ സ്നാനം പ്രോപ്പർ ഫോർമുലയിലൂടെ, പ്രോപ്പർ മെത്തഡോളജിയിലൂടെ അല്ല ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ സ്നാനം അംഗീകരിക്കുവാൻ പറ്റാത്തത് കൊണ്ട് ആ സ്നാനം നടന്നിട്ടില്ല. അപ്പോൾ ആ വ്യക്തിയെ ശരിയായി സ്നാനപ്പെടുത്തണം എന്നുള്ളതിൻ്റെ തെളിവാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാമത്തെ അധ്യായം. അവിടെ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നു, പൗലോസിന് സംശയം തോന്നി, അവർ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ. കാരണം സ്നാനപ്പെടുന്ന സമയത്തെങ്കിലും കുറഞ്ഞത് പരിശുദ്ധാത്മാവെന്ന പദം അവർ കേട്ടിരിക്കണം. പക്ഷേ പലപ്പോഴും തൃത്വനിഷേധികളായ ആളുകൾ, ട്രയൂൺ ഗോഡ്, ത്രിയേക ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ കഴിയാത്തവർ, അല്ലെങ്കിൽ അവരുടെ ബുദ്ധി കൊണ്ട് ദൈവത്തെ ഗ്രഹിക്കാൻ ശ്രമിച്ചിട്ടും അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്തവർ, അത് വിശ്വസിക്കാൻ കഴിയാത്തവർ, അങ്ങനെയുള്ള അബദ്ധോപദേശങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെയാണ് ഈ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനം ശിഷ്യന്മാരൊക്കെ കൊടുത്തതെന്നതിന് തെളിവാ പ്രവൃത്തി 17. അവരെ പൗലോസ് പ്രോപ്പറായിട്ട് സ്നാനപ്പെടുത്തി, എന്നിട്ട് അവരുടെ മേൽ കൈവച്ചു, അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നൊക്കെ ആ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ വളരെ ജനറലായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്, പെരിഫറലായിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് ലഘുവായ ഉപദേശമാണ്, കോംപ്ലക്സ് ആക്കേണ്ട യാതൊരു കാര്യമില്ല. വേദപുസ്തകത്തിൻ്റെ ഒരു തുറന്ന വായനയിൽ, പരന്ന വായനയിൽ നിങ്ങൾക്കെന്ത് മനസ്സിലാകുന്നു അത് ആക്ഷരികമായി ദൈവം നമ്മെ മനസ്സിലാക്കി തന്നതാണ്. വേദപുസ്തകം ഒരു കോംപ്ലിക്കേറ്റഡ് പുസ്തകമല്ല കേട്ടോ. വ്യാഖ്യാനവും വ്യാഖ്യാതാവും ഒന്നുമില്ലാതെ നമുക്ക് മനസ്സിലാക്കുവാൻ നമ്മുടെ ഭാഷയിൽ, സാധാരണക്കാരൻ്റെ ഭാഷയിൽ പരിശുദ്ധാത്മാവ് സംവേദിച്ചതാണ് വേദപുസ്തകം. അതുകൊണ്ട് തന്നെ വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് സ്നാനത്തെക്കുറിച്ച് എന്താണോ അറിവ് കിട്ടുന്നത് അത് നിങ്ങൾ വിശ്വസിക്കുക, അത് നിങ്ങൾ പാലിക്കുക. ഈ പറഞ്ഞ പുതിയ ആശയങ്ങൾ പുതുദോഷം സങ്കല്പിക്കുന്നവരെന്ന് വേണമെങ്കിൽ വിളിക്കുക, പുതിയ ഉപദേശങ്ങൾ ഉണ്ടാക്കുന്നവരെന്ന് വേണമെങ്കിൽ വിളിക്കുക. അവരുടെ വഞ്ചനയിൽ നമ്മളാരും കുടുങ്ങിപ്പോകരുത്. പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും പറ്റിയതുപോലെ ദൈവനീതിയെ തുച്ഛീകരിക്കുവാനിടയായി തീരരുത്. വചനമനുസരിക്കുക, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.